ഇഷ്ടം പോലെ കേരളത്തിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഡിഗ്രിക്ക് മുമ്പ് SSC എന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരു രീതിയിലും ഒരു പരിഗണന കൊടുക്കാത്തൊരു സംഭവമാണ് SSC എന്ന് പറയുന്നത്. ഇപ്പോൾ SSC എഴുതി വന്ന ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ഉള്ളവർക്കറിയാം നമ്മൾ SSC ക്ലിയർ ചെയ്ത് വന്ന ആളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു പരിഗണന വലിഞ്ഞേറി വന്ന അങ്ങനെയല്ല. എനിക്ക് മാത്സ് ആയിരുന്നു എന്നെ ഏറ്റവും കുഴപ്പിച്ചൊരു വിഷയം എന്ന് പറയുന്നത് SSCനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരുവിധ പേടി സ്വപ്നമാണ്. ഓൾറെഡി വർക്ക് ചെയ്ത ആളായതുകൊണ്ട് റെയ്ഡിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ തന്നെ ആയിരുന്നു ഫസ്റ്റ് പോസ്റ്റഡ്. അപ്പോൾ ഒരു മാസത്തിൽ 1-2 റെയ്ഡിനൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സപ്പോർട്ട്. എവിടെ വർക്ക് ചെയ്താലും നമ്മൾ അവിടെ ഹാപ്പി ആയിരിക്കുക. അതെ. ഹായ് ഓൾ, എല്ലാവർക്കും ടീമേറ്റ്സ് അക്കാദമിയുടെ മറ്റൊരു അച്ചീവേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. CGL 2025 റിസൾട്ട് വന്നപ്പോൾ മലയാളി പിള്ളേർ കേരളത്തിൽ നിന്ന് 300-ലധികം ആൾക്കാർ ഇത്തവണ CGL റിസൾട്ടിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഒരു ഓൾ കേരള റാങ്ക് 2 ഓൾ ഇന്ത്യ റാങ്ക് 69 കരസ്ഥമാക്കിയ കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ജസ്മൽ P. ജാഫർ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് അച്ചീവേഴ്സ് ടോക്കിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ഈ റാങ്ക് അച്ചീവ് ചെയ്യാൻ ജസ്മൽ എടുത്തിട്ടുള്ള എഫേർട്സ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു അച്ചീവർ എങ്ങനെ പറയുന്നു ആ ആംഗിളിലൂടെ നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. ജസ്മലിലൂടെ നമ്മൾ കേൾക്കാം. ഹായ് ജസ്മൽ. ഹായ്, വെൽക്കം ടു ദ അച്ചീവേഴ്സ് ടോക്ക്. താങ്ക് യു. ഇൻട്രൊഡക്ഷൻ ഇത്രയും മതിയോ? പിന്നെ ധാരാളം. രാജ്യത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓവറായി പോയോ? അത് കുഴപ്പമില്ല, കേൾക്കട്ടെ, എപ്പോഴെങ്കിലും കഴിക്കില്ലല്ലേ. ഓക്കെ, ഇപ്പം ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയിരിക്കുകയാണ്. അതെ. ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ റാങ്ക് 69, കേരള റാങ്ക് നോക്കുകയാണെങ്കിൽ 2. സോ ഈ സമയത്ത് ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം ചോദിക്കുന്നില്ല. തീർച്ചയായിട്ടും ഭയങ്കര റിലാക്സ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. എല്ലാവരും ജസ്മലിൻ്റെ റിസൾട്ട് ജസ്മൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതെ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ഇഷ്ടം പോലെ കേരളത്തിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ഡിഗ്രിക്ക് മുമ്പ് SSC എന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരു രീതിയിലും ഒരു പരിഗണന കൊടുക്കാത്തൊരു സംഭവമാണ് SSC എന്ന് പറയുന്നത്. ആക്ച്വലി ഡിഗ്രി എപ്പോഴാണ് കഴിഞ്ഞത്? ഞാൻ 2020 ഡിഗ്രി പാസ് ഔട്ട്. 2020 പാസ് ഔട്ട് ആണ്. അതിന് മുമ്പ് SSC UPSC നമ്മൾ കേട്ടിട്ടുണ്ട്. SSC എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളധികം പരിഗണന കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങി. ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പം നമ്മുടെ മുമ്പിൽ 2 ചോയ്സാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഒരു PGക്ക് പോകണം, എല്ലാവരും വെറുതെ പേരിനൊരു PGക്ക് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2020 പാസ് ഔട്ട് ആയത്. കോവിഡ് ടൈമാണ്. കോവിഡ് ടൈം ആയപ്പോൾ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ആ ഒരു സമയത്താണ് ഈ SSCനെ പറ്റിയും കേരള PSCനെ പറ്റിയൊക്കെ അറിയുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് SSC ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. അതിനുശേഷം ഞാൻ PGക്കും ജോയിൻ ചെയ്തു. കാരണം ഞാൻ ആലോചിക്കുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാനും എനിക്ക് സമയമുണ്ട്, PG രണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പം അങ്ങനെയാണ് ഈ SSC എന്നുള്ളൊരു ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്ര സീരിയസ് ആയിരുന്നില്ല. ജസ്റ്റ് നമ്മൾ PG ആയിരുന്നു അപ്പോഴും എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ SSCയും പഠിക്കുന്നുണ്ട്. ഞാൻ കോളേജിൽ ഞാൻ കോട്ടയം CMSലാണ് PG ചെയ്തത്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പഠിക്കുമായിരുന്നു. PG ഏതായിരുന്നു കഴിഞ്ഞതാ? PG 2022 പാസ് ഔട്ടാണ്. ഏതാ സബ്ജക്റ്റ്? ഏതാ? ഫിസിക്സ്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി തുടങ്ങുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് SSC ആണ് കുറച്ചുകൂടി ഭേദം. അതിപ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാരണം കേരള PSCക്ക് നമുക്ക് കൂടുതൽ GK കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് മാത്സ് ആയിരുന്നു എന്നെ ഏറ്റവും കുഴപ്പിച്ചൊരു വിഷയം എന്ന് പറയുന്നത് SSCനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരുവിധ പേടി സ്വപ്നമാണ്. അപ്പോൾ എനിക്ക് GK പിന്നെയും കുറച്ചുകൂടി ഓക്കെ ആയിരുന്നു. എനിക്ക് ഹിസ്റ്ററി സംഭവങ്ങൾ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ പഠിക്കുന്നത് കുറച്ച് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഞാനത് പഠിക്കുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത് SSC ഒരു PG സമയത്ത്. അപ്പോൾ PGക്ക് ശേഷം എന്തോ ഭാഗ്യവശാൽ എനിക്ക് SSC MTS 2020 ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ PG കഴിഞ്ഞ് എനിക്ക് സെപ്റ്റംബറിലാണ് PG കഴിയുന്നത്. ഒക്ടോബറിൽ തന്നെ ഇനി എന്തെന്നുള്ളൊരു കാരണം PG കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല ഓപ്ഷൻ. ഒന്നെങ്കിൽ ഒരു B.Edന് പോകാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സമയം കളയുന്നത് വളരെ ചിന്തിക്കാൻ അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. ഭാഗ്യത്തിന് ഒക്ടോബറിൽ റിസൾട്ട് വന്നു. SSC MTS 2020 എനിക്ക് അന്നേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. എന്നിട്ട് എനിക്ക് പോസ്റ്റിംഗ് വന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ
പോസ്റ്റഡ് ആയത്. അവിടെ എത്തിയതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ SSC 2022 ഡിസംബറിലാണ് ഞാൻ പോസ്റ്റഡ് ആയത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ബാങ്ക് എക്സാംസ് ആണെങ്കിൽ ശരി, കേരള PSC ഒക്കെ ആണെങ്കിൽ ശരി, അത് മാറ്റി വെച്ചിട്ട് കൂടുതൽ SSCനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാം നമ്മളിങ്ങനെ എല്ലാം കൂടെ അറ്റൻഡ് ചെയ്തതിന് പകരം ഇത് തന്നെ മതി ഫോക്കസ് ചെയ്തിട്ട്. കാരണം ഞാൻ ഓൾറെഡി ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ കടന്നു. അപ്പൊ എനിക്കൊരു കൂടുതലൊരു ക്ലാരിറ്റി അവിടെ നിന്ന് എനിക്ക് കിട്ടാൻ പറ്റി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് വർക്ക് കൾച്ചർ വെച്ച് വൈസ് നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇൻകം ടാക്സ്. ഇപ്പം ജസ്മിൻ വർക്ക് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു? വർക്ക് ചെയ്തല്ല. ഇപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതുപോലെ ഒരു ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഒപ്പീനിയൻ ഇല്ല. ഇപ്പൊ SSC എഴുതി വന്ന ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ഉള്ളവർക്ക് അറിയാം നമ്മൾ SSC ക്ലിയർ ചെയ്ത് വന്ന ആളാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതിന്റേതായ ഒരു പരിഗണന വലിഞ്ഞേറി വന്ന അങ്ങനെയല്ല. പക്ഷെ അവർക്കറിയാം അവർക്കും ആ ഒരു സ്ട്രഗിൾ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. പക്ഷെ ഇൻകം ടാക്സിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു എൻവയൺമെന്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ നമുക്ക് ഓഫീസർമാരാണെങ്കിലും നമുക്ക് ഒഫീഷ്യൽസ് ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു എൻവയൺമെന്റ് ഉണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ബാംഗ്ലൂരിലായിരുന്നപ്പോൾ എന്റെ ചുറ്റിലും കുറെ ഹിന്ദിക്കാരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ആയിരുന്നപ്പോ അവര് രാവിലെ വരുന്നു, അവര് വർക്കില്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുക. അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ടും ആ ഒരു റേസിലോട്ട് നമ്മൾ അങ്ങ് ആയി പോകും. അങ്ങനെയാണ് അത് കുറച്ചുകൂടി SSCനെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ ഒരു സ്റ്റുഡന്റ് പാർവതി ഇപ്പം ഇൻകം ടാക്സിൽ MTS ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇതേ ഒരു സംഭവം പറഞ്ഞു. അതായത് ഇപ്പം MTS ആയി, പക്ഷെ ഇനി പോകുന്നത് ഓഡിറ്റർ ആയിട്ടാണ്. അത് ഇൻകം ടാക്സ് അല്ല, CGD ആണ് ഓഡിറ്റർ ആയിട്ട് കിട്ടിയത്. അപ്പോ അതും പറഞ്ഞത് CGD ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ MTS ആയിട്ട് നിൽക്കാണോ എന്നുള്ള സംഭവം അതിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സാലറി അല്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല, സമാധാനമാണ് നമുക്ക് ഏറ്റവും വലുത് എന്നുള്ള സംഭവം. കയറി കഴിഞ്ഞാൽ നമുക്ക് സാലറി എന്നുള്ളത് പലർക്കും വ്യത്യാസം ഉണ്ടാവട്ടെ. ചിലർക്ക് സാലറി എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിനനുസരിച്ച് അവർക്ക് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ. പക്ഷെ ചിലർക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ചിലർക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ്, ചിലർക്ക് ഹോം പോസ്റ്റിംഗ്, നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളവരുണ്ട്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ആൾക്കാർക്ക് ആരും എനിക്ക് തോന്നുന്നു ASO പോസ്റ്റുകളൊക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കുറവാണ്. കാരണം മിനിസ്ട്രി ലെവൽ പോസ്റ്റുകളാണ്. അപ്പൊ എന്തായാലും ഡൽഹിയിൽ നിൽക്കേണ്ടി വരും. സത്യം. ഇവിടെ യാത്ര ചെയ്യേണ്ടി വരും. ഇവിടെ ഉള്ളവർ പ്രിഫർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കൂടുതലും ഇൻകം ടാക്സ്, GST അങ്ങനെയുള്ള നമുക്ക് നാട്ടിൽ തന്നെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക അങ്ങനെ അവിടെയാണ് ഈ പോസ്റ്റ് പ്രിഫറൻസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതെ. അപ്പൊ ആ പോസ്റ്റ് പ്രിഫറൻസിന്റെ ഒരു എങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്? എങ്ങനെയാണ് ഇപ്പം ജസ്മന്റെ ആ ഒരു കരിയറിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. നമുക്ക് SSC CGL ആണെങ്കിലും ഇപ്പൊ CHSL ആണെങ്കിലും ബാക്കി MTS ആണെങ്കിലും ഏത് എക്സാം കഴിഞ്ഞാലും നമുക്കൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ ആൻസർക്ക് കിട്ടും. ആൻസർക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കോർ മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ശേഷം ചില സൈറ്റുകളുണ്ട്. പണ്ട് റാങ്ക് IQ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ റാങ്ക് മിത്ര എന്ന് പറഞ്ഞൊരു, സാറിന് അറിയില്ല റാങ്ക് മിത്ര? ഈ റാങ്ക് മിത്രയിൽ നമ്മുടെ ആൻസർ കീയുടെ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 60-70% ആൾക്കാർ, അതും ടോപ്പ് സ്കോറേഴ്സ് ആയിരിക്കും ഈ റാങ്ക് ഇട്ട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നോക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ റാങ്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റാങ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും നമുക്ക് എവിടെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്. പിന്നെ നമുക്ക് RTI ഉപയോഗിച്ച് കുറേ ആളുകൾ വേക്കൻസി, സ്റ്റേറ്റ് വൈസ് വേക്കൻസിയും എടുത്തിട്ടുണ്ടാകും. അപ്പം പുതുതായിട്ട് വന്ന ഒരാൾക്ക് പെട്ടെന്ന് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ ഇയാൾക്ക് ഇതിനെപ്പറ്റി അറിവില്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയ കാര്യമായിട്ട് അറിവുണ്ടാവില്ല. അപ്പോൾ ഇയാൾ നോർമലി ഏറ്റവും നല്ല പോസ്റ്റ്, ഏറ്റവും സാലറി ഉള്ള പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ASO in IB അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. വളരെ സാലറിയാണ്, 20% എക്സ്ട്രാ സാലറി കിട്ടും. പിന്നെ ഭയങ്കര വലിയ പെർക്സ് ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ജോബ് ആണെന്ന് പോലും ആൾക്കാരോട് പറയാൻ പറ്റില്ല. ഡൽഹിയിലായിരിക്കും നമ്മൾ, പിന്നെ ഒരു ലൈഫ് ഒരു ഷാഡോസിലായിരിക്കും ജീവിക്കുന്നത്. ജോബിന്റെ സീക്രസി കീപ്പ് ചെയ്യണം IB പോലത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇപ്പൊ ഇൻകം ടാക്സ്, GST ഒക്കെ ആണെങ്കിലും ട്രാൻസ്ഫർ നിർത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പം അവിടെ പോസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയും പിന്നെ ചിലർക്ക് എന്ന് പറയുമ്പം ചിലർക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് വർക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. ചിലർ വീക്ക് ആയിട്ടുള്ളവരുണ്ടാവും. ചിലർ സിനിമ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് CBI കൊള്ളാം എന്ന് പറഞ്ഞെടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിലപ്പോൾ ലൈഫ് ടൈമിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുകയും ആ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളത്
നമ്മുടെ മാത്രം കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം കുറെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള ഫാക്ടേഴ്സ് ചിലപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് URL നമ്മുടെ ആയിരിക്കും നമ്മൾ കയറുന്നത്, ചിലപ്പോൾ കാറ്റഗറി വൈസ് ആയിരിക്കും നമ്മൾ കയറുന്നത്. ഇതിനെയൊക്കെ അനുസരിച്ച് നമ്മുടെ റീജിയണൽ അലോക്കേഷൻ, പിന്നീടുള്ള പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെ വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻസ്പെക്ടർ കിട്ടാനുള്ള മാർക്കുണ്ട്, നിങ്ങൾ ഇൻസ്പെക്ടർ വെക്കുന്നതിൽ കാര്യമില്ല. ചിലപ്പോൾ ആ വർഷം നാട്ടിൽ വേക്കൻസി ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് CGL 23 ബാച്ചിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നാട്ടിൽ വേക്കൻസി ഇല്ല. അപ്പൊ ആ വർഷം നിങ്ങൾ വെക്കേണ്ടത് GST ഇൻസ്പെക്ടറാണ്, നാട്ടിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ണും പൂട്ടി ഇൻകം ടാക്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെന്നൈ അല്ലെ ബാംഗ്ലൂർ ആയിരിക്കും, നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ ഒരു അവബോധം കിട്ടുക എന്നുള്ളത് ആ ഒരു മൊമെന്റിലാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പഠിച്ച് ഒരു നല്ല മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ശേഷമുള്ള കാര്യമാണ് ഇത്. ആദ്യമേ തന്നെ ഇതിനെപ്പറ്റി അങ്ങനെയും ചില ആൾക്കാരുണ്ട്, ഇത് കിട്ടിയ അയ്യോ ഞാൻ ടയർ 1 പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ആ സമയത്തും ശ്രദ്ധിക്കണം. അപ്പൊ എന്നെ ഇതില് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ സന്ദേശ് സാറ്. ഇപ്പോ കോഴിക്കോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഓൾറെഡി CGL 24 ബാച്ച് ക്ലിയർ ചെയ്തിട്ട് കൊച്ചി ഇൻകം ടാക്സ് ഓഫീസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. TA ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം എനിക്ക് നല്ല സ്കോർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വെക്കണോ അല്ലെങ്കിൽ വേറെ താഴത്തോട്ടുള്ള വെക്കണോ, എങ്ങനെയാണ് ഈ വർഷത്തെ വേക്കൻസി. ഇത്തരത്തിലൊക്കെ എന്നെ വളരെയധികം സന്ദേശ് സാറ് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളായുമ്പോൾ അതിനനുസരിച്ചൊരു പേഴ്സണൽ ടച്ച് കൂടി എനിക്ക് കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ടാക്സ് അസിസ്റ്റന്റ്, അതായത് സെയിം ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്റ്റ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പം ഈ എക്സാമിന്റെ 2025 സീസൺ ഏറ്റവും വലിയ ഹൈലൈറ്റ് എസ്മിനെ സംബന്ധിച്ച്. മാത്രമല്ല റാങ്ക് എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ ഫാക്ടർ അല്ല. അപ്പം റാങ്ക് എന്ന് പറയുന്നതൊക്കെ നല്ല മാർക്ക് വാങ്ങി എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇത്തവണത്തെ ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം അതാണ്. ഇപ്പം ഹൈയസ്റ്റ് സ്കോർ ഉണ്ടായിട്ടും കമ്പ്യൂട്ടറിന്റെ ഇതിൽ ചെറിയൊരു ഇത് പറ്റും. അത് ഈ വർഷം ഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇത്രയും സ്കോർ ചെയ്തവർക്ക് ഇനിയും അത് ചെയ്യാനുള്ളൊരു തീർച്ചയായിട്ടും നമ്മൾ അവരെ വിട്ടിട്ടില്ല. ആ ഒരു മൊമെന്റിലാണ് നമ്മൾ അടുത്ത വട്ടം തീർച്ചയായിട്ടും അവരെന്താണോ ആഗ്രഹിച്ചത് അതിന്റെ മേലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് ടീമേറ്റ്സ് ഇപ്പം ആഗ്രഹിക്കുന്നത്. അവരെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് അവര് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കുക അങ്ങനെ. ഇപ്പം സന്ദേശ് സാറെ സംബന്ധിച്ചപ്പം ഓൾറെഡി ജസ്മിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റർഷിപ്പ്, ഒരു ഗൈഡൻസ്, അത് വല്ലാത്ത ഇപ്പോൾ ഒരു എത്ര ആൾക്കാർ അത് എടുത്തു പറയുന്നത്, എല്ലാ അച്ചീവേഴ്സും എടുത്തു പറയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പഠിച്ചു Tier 2 വരെ ഇതാക്കി, പക്ഷേ അതിലും ആ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എന്ത് ക്രൈറ്റീരിയ അനുസരിച്ച് ഇപ്പം സാധ്യതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മളെ ജസ്മിൽ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നൊരു ഡിസിഷൻ ആയിരിക്കും അത്. പിന്നീട് അങ്ങോട്ടുള്ള തീർച്ചയായിട്ടും നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ഗൈഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും വെരി 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 നല്ല ഇമ്പാക്ട് കിട്ടുന്നൊരു. അതെ അതെ. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ റാങ്കും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പിന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടത് ജസ്മലിനെ കുറിച്ചായിരുന്നു. ഞാൻ ആ ചോദ്യത്തിലേക്ക് കടന്നിട്ടുമില്ല. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ പോയി. ജസ്മൽ ഒന്ന് പരിചയപ്പെടുത്താതെ. ഓക്കെ, ലേറ്റ് ആയെങ്കിലും കുഴപ്പമില്ല, ഇപ്പം തന്നെ ഞാൻ പറയാം. എൻ്റെ പേര് ജസ്മൽ പി ജാഫർ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ +2 വരെ പഠിച്ചതിന് ശേഷം പിന്നെ ഡിഗ്രി ചെയ്തത് ആലുവ UC കോളേജിലാണ്. അവിടെ ഞാൻ BSc ഫിസിക്സ് ആണ് ചെയ്തത്. 2020 പാസ് ഔട്ടാണ്. ഞാനത് മുമ്പ് പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കോട്ടയം CMS കോളേജിൽ ഒരു PG കൂടി ചെയ്തു, 2 വർഷം പഠിച്ചു. അതിനുശേഷം ഞാൻ MTS ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 1 ഇയർ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ EPFO എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ ഒരു 1 ഇയർ കൊച്ചി ഓഫീസിൽ, റീജിയണൽ ഓഫീസിൽ SSA എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ TA ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചു വന്നത്. പിന്നീടാണ് ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ട് കിട്ടാൻ ഭാഗ്യമുണ്ടായത്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു സെയിം ഓഫീസ് തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലാതെ എങ്ങനെ മാറ്റം ഉണ്ടാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റം ഉണ്ടാവില്ലേ? നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് കരിയർ പ്രോസ്പെക്റ്റിൽ മാറ്റം ഉണ്ടാവും, സാലറിയിൽ മാറ്റം ഉണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഹൈറാർക്കി കേരളത്തിലെയും പിന്നെ ബാംഗ്ലൂരിലെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലായിരുന്നു. അവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും എനിക്കൊരു ഹൈറാർക്കി എന്നുള്ളൊരു കാര്യം
ഒട്ടും തോന്നാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ വളരെ ചില്ലായിട്ട് എല്ലാവരും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും വളരെ കോർഡിയലായിട്ട് തന്നെയാണ് സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളോട്, ജൂനിയേഴ്സ് ഇല്ല പക്ഷെ സ്റ്റിൽ ആരാണെങ്കിലും നമ്മളോട് പെരുമാറുന്നത്. അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഞാനിപ്പോൾ അടുത്ത ദിവസം വന്നു, മാസം കിട്ടുന്ന സാലറി സ്ലിപ്പ്, പേ സ്ലിപ്പിലാണ് വ്യത്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ള കാര്യങ്ങൾ മാത്രം മാറ്റം. ബാക്കി നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിനും ഒരുമിച്ച് തന്നെയാണ് നിൽക്കാറുള്ളത്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടല്ല ഇങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും ഉള്ളൊരു ഫാക്ടറാണ്. ആരോട് വേണേലും ചോദിച്ചോ നിങ്ങൾ, ഇത് കാണുന്ന ആരുണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സപ്പോർട്ട്. എവിടെ വർക്ക് ചെയ്താലും നമ്മൾ അവിടെ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്. അതെ. ഇപ്പൊ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് ഫീൽഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇത്രയും അധികം, ഒന്നാമത്തെ കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ 100% ആയിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും വളരെയധികം സപ്പോർട്ടീവാണ്. നമ്മൾ ഏത് എക്സാമിനാണേലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ലീവ് എടുത്തിരുന്ന് പഠിച്ചോ, ഓഫീസിൽ വന്നിട്ടാണേലും ചില സമയം വർക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. ബട്ട് ആസ് ലോങ് ആസ് യു ആർ ആസ്പിരന്റ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പണി നിങ്ങൾ തീർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ടൈമിൽ വർക്ക് ചെയ്യാൻ മീൻസ് പഠിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓഫീസേഴ്സ് ഓൾസോ. ഓഫീസേഴ്സ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള, നല്ല ഓഫീസർമാരെ കിട്ടുക എന്നുള്ളത് എപ്പോഴും നമുക്ക് ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഉള്ളത്. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും നിങ്ങളുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്ത ആളായതുകൊണ്ട് റെയ്ഡിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ തന്നെ എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഈ റെയ്ഡിന് പോകുന്നത് നോർമലി ഇൻവെസ്റ്റിഗേഷൻ പല സെക്ഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ. അതിൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലാണ് റെയ്ഡിന് പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ തന്നെ ആയിരുന്നു ഫസ്റ്റ് പോസ്റ്റഡ്. അപ്പോൾ ഒരു മാസത്തിൽ 1-2 റെയ്ഡിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരു 7-8 റെയ്ഡിന് ഇപ്പം തന്നെ വളരെ നമുക്ക് ആദ്യം കയറി കഴിഞ്ഞിട്ട് 1-2 റെയ്ഡിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആദ്യം കയറി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള എക്സൈറ്റ്മെന്റ് കുറയും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കൊരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ ആണ് കൂടുതൽ വർക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കി ഞാൻ MTS കൂടി ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അധികം വർക്ക് അവിടെ എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവിടെ ഇല്ല. അപ്പൊ പല സിറ്റുവേഷനിലും നമുക്കൊരു വെറുതെ വന്ന് ഇരിക്കുക, ഓഫീസർമാർ എന്തെങ്കിലും കാര്യം കൊണ്ട് അസിസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മടുപ്പ് തോന്നും ശരിക്കും. ആദ്യമൊക്കെ പോകുമ്പോൾ പിന്നെ ഓക്കെ, പിന്നീട് നമുക്ക് മടുപ്പ് തോന്നും കുറച്ച്. ആദ്യം ഒരു 3-4 ദിവസമൊക്കെ നീണ്ടുപോകും ഈ റെയ്ഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അവിടെ നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടി വരും അവിടെ. അപ്പൊ ഞാൻ കർണാടകയിലെ പല സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത് കൂടുതലും. കേരളത്തിൽ ഇപ്പൊ അഡ്മിനിസ്ട്രേഷനിലായതുകൊണ്ട് ഒരു റെയ്ഡാണ് ആകെ പോയിട്ടുള്ളൂ കേരളത്തിൽ വന്നേ. പിന്നെ മാത്രമല്ല കർണാടക അവിടെ ബാംഗ്ലൂർ ആയിരുന്നപ്പം നമുക്ക് ചിലപ്പം നമ്മളൊരു മന്തിന്റെ 3-4 ലീവ് ഉണ്ട്, അപ്പൊ ഒരു ലീവ് എടുത്ത് നമുക്ക് നാട്ടിൽ വരാം എന്നൊക്കെ കരുതി ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ബുധനാഴ്ച ഓർഡർ വരുന്നത്, നാളെ എല്ലാവരും എത്തണം, റെയ്ഡാണ്. റെയ്ഡിന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിപ്പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറേ പേരെ മീറ്റ് ചെയ്യാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലും പല സ്ഥലത്തുള്ള പല ഓഫീസർമാരെ നമുക്ക് മീറ്റ് ചെയ്യാം. നല്ലൊരു എക്സ്പോഷർ കിട്ടും. ബട്ട് നമുക്കൊരു ഫാമിലി ലൈഫൊക്കെ ആയിക്കഴിഞ്ഞാൽ പലരും പ്രിഫർ ചെയ്യാത്തൊരു സെക്ഷനാണ് ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൽ മാനേജ് ചെയ്ത് പഠിച്ചത്? കൂടുതൽ സമയം എന്തിനെങ്കിലും ഇപ്പോൾ മാത്സ് ഒക്കെ ഒന്നൊന്നോ അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് ആക്ച്വലി ഓക്കെ ഉള്ളൊരു വിഷയമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് ഫിലിംസ് കാണുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ട് ഇംഗ്ലീഷ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് അധികം അങ്ങനെ എഫർട്ട് ഇട്ടിട്ടുണ്ട്. അത് പണ്ടാണ്, അങ്ങനെ എഫർട്ട് ഇടേണ്ടതായിട്ട് വന്നിട്ടില്ല കൂടുതലായിട്ടും. എനിക്ക് ഇംഗ്ലീഷിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് ആയിരുന്നു എന്നെ ഏറ്റവും കുഴക്കിയിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ആദ്യത്തെ 2022-23 ആണെങ്കിലും Tier 2 എഴുതുമ്പോൾ എനിക്ക് പോയിട്ടുള്ള മാത്സ് ആണ്. മാത്സിന് വളരെ മാർക്ക് കുറവായിരുന്നു. കാരണം ഈ ഒരു 60 ക്വസ്റ്റ്യൻസ് മാത്സ് റീസണിങ്ങും കൂട്ടി 60 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അതിന് ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ മാത്സ് ആണ് എൻ്റെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലായി. റീസണിങ്ങും എനിക്ക് ഓക്കെ ആയിരുന്നു. അതെനിക്ക് കാണുമ്പോൾ 1-2 വട്ടം മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവായിരുന്നു റീസണിങ്. മാത്സിലാണ് നമുക്ക് തിയറി പഠിക്കണം. ആദ്യമേ
തിയറി അറിയാണ്ട് ഏത് തിയറി ഏത് സ്ഥലത്താണ് ആപ്ലൈ ചെയ്തതെന്ന് അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ തിയറി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പം -62 എന്നാണ് ആൻസർ വരുന്നത്. 62 ഉണ്ടാവും അവിടെ ഓപ്ഷൻസിൽ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് തിയറി കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ കോറിന് വേണ്ടിയിട്ട് ഞാൻ കുത്തിയിരുന്ന് പഠിച്ച സത്യത്തിൽ മാത്സ് ആണ്. ഞാനിപ്പം കുറച്ച് നോർത്ത് ഇന്ത്യൻ ചാനലുകളാണെങ്കിൽ ഇപ്പം RB മോക്സ് എന്നെ നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ശുഭം ജെയിൻ്റെ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലും മോക്സ് ഉണ്ടായിരുന്നു, അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മാത്സിന് ഞാൻ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഞാൻ തന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. യെസ്, 1-2 ബുക്സ് അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ ടോപ്പിക് വൈസ് ആണ്. ചില ടോപ്പിക്കുകൾ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ജിയോമെട്രി, ട്രിഗണോമെട്രി, അൾജീബ്ര, ഈ ടോപ്പിക്കുകൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കൂടുതൽ സമയം, എൻ്റെ വീക്ക് പോയിന്റ് ഇതാണെന്ന് മനസ്സിലാക്കി ഞാൻ കൂടുതൽ സമയം ഇരുന്നു. മാത്രമല്ല ഞാൻ അതിന്റെ സെക്ഷണൽ ആയിട്ടുള്ള മോക്കുകൾ മാത്രം ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം 1-2 മോക്ക് അതിന്റെ തന്നെ ചെയ്യും, മാത്സിന്റെ തന്നെ. അപ്പൊ പയ്യെ എനിക്ക് എൻ്റെ സ്പീഡ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ടയർ 1 ആണെങ്കിൽ ഒരു 120, 130 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ചെയ്ത് പയ്യെ ചെയ്ത് ഒരു 150, 160 അത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മോക്സ് ചെയ്യുക, അനലൈസ് ചെയ്യുക, വീക്ക് പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, വീണ്ടും മോക്ക് ചെയ്യുക, ചെയ്ത് ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിന് ശേഷമാണ് മാത്സ് സെറ്റാക്കി എടുത്തത്. പിന്നെയുള്ള റീസണിങ് ഈ പറഞ്ഞ പോലെ അധികം എഫർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. കാരണം റീസണിങ് നമ്മൾക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതിയാവും. പിന്നെ SSC റീസണിങ് ഇപ്പം മറ്റുള്ള ബാങ്കിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്. അപ്പൊ ടൈം മാനേജ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട്. സ്പീഡ് കൂട്ടുക, അങ്ങനെയാണ് ഞാൻ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് മോക്സിലൂടെ. സമയം നഷ്ടപ്പെടുന്നതും മാത്സിനാണ്. പിന്നെയുള്ള ഇംഗ്ലീഷ് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമേ തൊട്ട് ഓക്കെ ആയിരുന്നത് കൊണ്ട് അധികം സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ബ്ലാക്ക് ബുക്ക് ഓൺ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറഞ്ഞ് അത് ഇടയ്ക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടുണ്ട്. അല്ലാതെ മോക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള അനാലിസിസ് തെറ്റാവുന്നത് ഈ ഇഡിയംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നോക്കിയിട്ടുള്ളൂ. പിന്നെ GK ഈ പറഞ്ഞ പോലെ GKയും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു. കാരണം എത്ര ചെയ്താലും ഇത് തീർക്കാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും, ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചാൽ പോലും എവിടെയെങ്കിലും എത്തത്തില്ല, തീർക്കാൻ ഇത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ GKക്ക് ഒരിക്കലും 25 ചോദ്യം തീർക്കാൻ പറ്റുമെന്നുള്ളൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഞാൻ വെച്ചിട്ടില്ല. ഒരു 15 തീർക്കുക, പറ്റുമെങ്കിൽ ഒരു 15 തീർക്കുക. പിന്നെ അതിന്റെ വേക്കിൽ പോയിട്ട് കാര്യമില്ല, 15 മതി നമുക്ക്. GKയിൽ എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ GKക്ക് ഞാൻ മെയിനായിട്ട് പഠിച്ചത് സ്പെക്ട്രം ബുക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, ലുസെന്റിന്റെ ബുക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു, മീൻസ് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ. സ്പെക്ട്രം മോഡേൺ ഹിസ്റ്ററി എന്നതല്ലേ? ഹിസ്റ്ററി, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട്, എപ്പോഴോ ചെറുതായിട്ട് വായിച്ചിട്ടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് പർമാർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, SSCയുടെ ചാനലുണ്ട്. ഇവര് ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ സെൻസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ ഈ മേജർ ഫെസ്റ്റിവൽസ് ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെ ഈ എന്താണ് നമ്മുടെ മ്യൂസീഷ്യൻസ്, ഇങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, ഹിസ്റ്ററി, അതും ഫ്രീഡം ഫൈറ്റിന്റെ ഹിസ്റ്ററി, പിന്നെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്പോർട്സ്, ഇങ്ങനെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. എല്ലാം UPSC ലെവലിൽ പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഈ സാധനങ്ങൾ തന്നെ തെരഞ്ഞു പഠിക്കാൻ തുടങ്ങി. പിന്നെ കുറെ മോക്കുകൾ ചെയ്തു വന്നപ്പോൾ GK നമുക്കൊരു എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2 നമുക്ക് ഒരിക്കലും ഇത് വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും ചെയ്ത്. അപ്പൊ കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ ചിലപ്പോൾ എടുക്കണം. ഈ 2 50-50 ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം GK ആണ് നമ്മൾ പുഷ് ചെയ്യണത്. നമ്മൾ ഹയർ ചിലപ്പോൾ ഒരു ലെവൽ 4 പോസ്റ്റിൽ നിന്ന് നിങ്ങൾ ഒരു ലെവൽ 7 പോസ്റ്റിലോട്ട് പുഷ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 4 GK ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയാണ് GKക്ക് കൂടുതൽ ഫാർമർ SSCയും പിന്നെ ഇങ്ങനെ 1-2 ബുക്സിലൂടെയാണ് കൂടുതലായിട്ടും GK പഠിച്ചത്. പിന്നെ ഈ മോക്ക് തന്നെ അനലൈസ് ചെയ്ത്, പിന്നെ ഞാൻ GKക്ക് ഒരു മോക്കിന് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിൻ്റെ ഇപ്പം 4 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിളാണ്, 4 ആർട്ടിക്കിൾസും പറഞ്ഞിട്ടുണ്ട്. 17 ആർട്ടിക്കിൾ 17. പക്ഷെ ഞാൻ ആ 4 ആർട്ടിക്കിൾ എടുത്ത് നോക്കും ഓപ്ഷൻസിൽ, ഈ 17 അറിഞ്ഞു അബോളിഷൻ ഓഫ്. അവിടെ ഞാൻ നിർത്തത്തിണ്ടായിരുന്നില്ല, ഞാൻ ഈ 4 കൂടി ഇരുന്ന് പഠിക്കും. എന്തായാലും ഇവിടെ എനിക്ക് കിട്ടി. റിലേറ്റഡ് ഫാക്ടുകൾ നോക്കുമായിരുന്നു. ഇപ്പൊ ആർട്ടിക്കിൾ 17, 18, 19, 20 ഉണ്ട്. 17 മാത്രമല്ല, 18 എന്താണെന്ന് നോക്കും, 19 എന്താണെന്ന് നോക്കും, 20 നോക്കും. അങ്ങനെ റിവൈസ് ചെയ്ത് മൈൻഡിൽ അതങ്ങ് ഉറപ്പിച്ചെടുത്തു.
അപ്പോൾ അങ്ങനെയാണ് ജി കെക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് മെയിനായിട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കിട്ടത്തില്ല, എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇതിനു വേണ്ടി സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ സീരിയസ് ആണെന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ ബോധേഡല്ല, സീരിയസ് ആണെന്നുള്ളത് തന്നെ. നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ഫാക്റ്റാണ്. പിന്നെ വർക്ക് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് എഫേർട്സ് എടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു 310 മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത അറ്റംപ്റ്റിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് CGL 22 എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ CGL 24 ക്രാക്ക് ചെയ്യുന്നത്. 6ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ 25 ക്രാക്ക് ചെയ്യുന്നത്. അപ്പം 22 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 280, 290 മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ അതിന് മുമ്പ് 250, 260 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തിയില്ല. ഞാനത് ഓക്കെ, എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്, ഇനിയും ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നിങ്ങനൊരു ബിലീഫ്, നമ്മളിൽ തന്നെ ഒരു ബിലീഫ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്യുക, മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. ഈ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അതിൽ നിർത്തി പോകരുത് ഒരിക്കലും. അവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. കാരണം നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒറ്റ അറ്റംപ്റ്റിൽ കിട്ടുന്നവരുണ്ട്. ഒറ്റ അറ്റംപ്റ്റിൽ കിട്ടുന്നത് ഒരു 20%, 30% ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി പലരും 70% ആൾക്കാരും ചിലപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ തേർഡ് അറ്റംപ്റ്റ്, ഫോർത്ത് അറ്റംപ്റ്റിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അതിലൂടെ പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റാക്കി വെക്കുക. ലേൺ ടു ബി പെർസെവറൻറ്റ് ഇൻ ദിസ് പെർസ്യൂട്ട്. ഇത്രയാണ് എനിക്ക് നോർമലായിട്ട് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ജസ്മിൽ പറഞ്ഞത് കേട്ടു. ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഓൾറെഡി ജോലി കിട്ടിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആക്ച്വലി ജസ്മിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ അച്ചീവേഴ്സ് ടോക്കിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. സോ കൃത്യമായിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടാവുക, നല്ലപോലെ പഠിക്കുക, ക്ഷമ എന്ന് പറഞ്ഞ സാധനം, നമുക്കിത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക, ക്ഷമിക്കുക, പഠിക്കുക, മിസ്റ്റേക്കുകൾ വരുത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അത്രേ എനിക്കും പറയാനുള്ളൂ. സോ നൈസ് ടു ടോക്ക് ടു യു. താങ്ക് യു. ഓക്കെ.